ഹലോ സുഹൃത്തുക്കളെ, ഇത് ഫ്രാൻസ് എന്നൊരു ലില്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ അടുത്താണ് ഞങ്ങൾക്കിപ്പോൾ അക്കോമഡേഷൻ ഉള്ളത്. ഞങ്ങൾക്ക് ഫ്രാൻസിലെ അക്കോമഡേഷൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ളത് ഈ പള്ളിയുടെ അടുത്താണ്. വലിയൊരു പള്ളിയാണ്. പഴയ പള്ളിയാണ്, പക്ഷേ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പുതിയതുപോലെ തന്നെയാണ് ഇവർ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. കുറച്ച് നന്നായി പഴക്കമുള്ള പള്ളിയാണ്, പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. അവർ പഴയ ബിൽഡിങ്ങുകളാണ് കൂടുതലുള്ളത്, പക്ഷേ എല്ലാം നല്ല അടിപൊളിയായി പുതിയതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. പരിസരമൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ആ പള്ളിയുടെ മുന്നിൽ ആളുകൾ നടന്നു പോകുമ്പോൾ അറിയാൻ പറ്റും ഈ പള്ളിയുടെ വലിപ്പം എത്ര ഉണ്ടെന്ന്. നല്ല ഉയരത്തിലുള്ള നല്ല വലിയൊരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ പോണത് കാണാൻ പറ്റി അതിൻ്റെ മുന്നിൽ നിന്നപ്പോൾ. അപ്പോൾ ഇത് ഫ്രാൻസിൽ നിന്നൊരു 250 കിലോമീറ്റർ ഇപ്പുറം ലില്ലി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ജംഗ്ഷനാണ്. അതിൻ്റെ അടുത്ത് കുറേ ആളുകളൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് സിറ്റി പോലത്തെ ഒരു സ്ഥലമാണത്. അവിടെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അടിയിൽ റെസ്റ്റോറൻറ്റുകളും മുകളിൽ ഹോട്ടലൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്, പക്ഷേ എല്ലാം നല്ല അടിപൊളിയായി പുതിയതുപോലെ ഇവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ കൊത്തുപണികളും ഒക്കെ ഇതിന്മേൽ ഉണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്ങുകൾ ഈ പരിസരത്തുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു കാലത്തൊരു 11:30 ആകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് അടുത്ത് ഈ പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കലും നല്ല തിരക്കുമായിരിക്കും. ടൂറിസ്റ്റുകളൊക്കെ കണ്ടമാനം വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ അടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ കൂടുതലും റെസ്റ്റോറൻറ്റിൻ്റെ പുറത്താണ് സീറ്റുകൾ. ഇവിടുത്തെ കാലാവസ്ഥ നല്ലതായ കാരണം ആളുകളൊക്കെ പുറത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് തിരക്കായിരിക്കും. ഈ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളും പിന്നെ ഹോട്ടലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ട്രീറ്റ് പോകുന്നുണ്ട്. ആ സ്ട്രീറ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഔട്ട്ലെറ്റുകൾ കാണാൻ പറ്റും. ബ്രാൻഡഡ് ഐറ്റംസുള്ള ഔട്ട്ലെറ്റുകളും പിന്നെ ഈ സൈഡിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ പറ്റും. എവിടെ നോക്കിയാലും ഇതുപോലെ പഴയ ബിൽഡിങ്ങുകളും എല്ലാം തന്നെയാണ്, പക്ഷേ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എല്ലാം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല സ്ട്രീറ്റൊക്കെ ആയാലും നല്ല വൃത്തിയാണ്. ആരും കടലാസ കുപ്പികളൊന്നും ഇവിടെ റോട്ടിലിടുകയൊന്നും ചെയ്യില്ല. എല്ലാം നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഴയ ബിൽഡിങ്ങുകൾ നല്ല വൃത്തിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയിലാണുള്ളത്. ഇവിടെ ഈ സ്ക്വയറിൽ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ പഴയ കുറേ ബിൽഡിങ്ങുകളുള്ളത്. ചുറ്റും നമ്മൾ അവിടെ കണ്ട പോലെ പഴയ ബിൽഡിങ്ങുകൾ ചുറ്റുമുണ്ട്. അതെല്ലാം നല്ല വൃത്തിയോടുകൂടി അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ലണ്ടനിലേക്കും ഒക്കെ ട്രെയിൻ പോണ ഒരു സ്ഥലമാണ്. അതിൻ്റെ മുന്നിലായിട്ടൊരു സ്റ്റാച്ചു ഉണ്ട്, ഒരു പകുതി ആയിട്ടുള്ളൊരു സ്റ്റാച്ചു. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് അതുള്ളത്. അവിടെ നിന്ന് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ബസ് വരുന്ന സ്ഥലം. ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ വരുന്ന ബസ്സിലാണ് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുന്നത്. ഇത് ജർമ്മനിക്ക് പോണ ബസ്സാണ് ഫ്രാൻസിൽ നിന്ന്. ഇവിടുന്ന് എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഈ ബസ്സിൻ്റെ പിറകിലായിട്ട് നമുക്ക് സൈക്കിൾ വയ്ക്കണ ഒരു സ്റ്റാൻഡ് കാണാൻ പറ്റും. 4 സൈക്കിൾ വരെ നമുക്ക് ഈ സ്റ്റാൻഡിൽ വയ്ക്കാൻ പറ്റും. സൈക്കിളുകൾ വരുമ്പോൾ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ 4 സൈക്കിൾ വരെ വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ കാര്യം. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഡ്യൂട്ടി തുടങ്ങാൻ പോവുകയാണ്. ഇവിടുന്ന് നേരെ ജർമ്മനിയിലോട്ട്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ.